എല്ലാവർക്കും മേരീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബട്ടർ ചിക്കനാണ്. വളരെ ടേസ്റ്റിയായ ഒരു ബട്ടർ ചിക്കനാണ്. അതിന് ടേസ്റ്റ് കൂട്ടുന്നതിന് ഞാനൊരു സാധനം ചേർക്കുന്നുണ്ട്. അത് ഞാൻ അപ്പോൾ പറയാം. ഇവിടെ ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലവണ്ണം കഴുകി അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് നല്ലവണ്ണം തോർത്തി എടുത്തിരിക്കുന്നതാണ്. ഇത് എല്ലില്ലാത്ത ചിക്കനാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. കുരുമുളക് പൊടിയാണ്, അതുകൊണ്ട് 1/2 ടീസ്പൂൺ. പിന്നെ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്, അത് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, അത് ഞാൻ 1.5 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതും 1.5 ടീസ്പൂണാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നാരങ്ങ നീരാണ്. ഇത് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞതാണ്, ഏകദേശം ഒരു 2 ടീസ്പൂണോളം വരും. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് നല്ലവണ്ണം ഇത് തിരുമണം. ഇത് തിരുമി ഇത് കുറച്ച് നേരമെങ്കിലും വെക്കണം. ഒരു 3/4 മണിക്കൂറെങ്കിലും ഇത് തിരുമി വെക്കണം. ഇരിക്കട്ടെ. ഇനി ഇതുണ്ടോ, ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്, അത് ചൂടാകട്ടെ. ഇതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടർ ചിക്കന് ബട്ടറാണല്ലോ ഇടുന്നത്, അപ്പോൾ ഇത് നല്ലോണം ഉരുകി വരട്ടെ. അപ്പോൾ ഇത് നല്ലോണം ഉരുകിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ നിരത്തിയിടണം. നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം മൂടി വെക്കാനായിട്ട്. ഇനി മൂടലെടുത്ത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളമുണ്ട്. ഇത് വെള്ളം നല്ലോണം പറ്റിയെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം എല്ലാം തോർന്നിട്ടുണ്ട്. ഇത് തുറന്ന് വെച്ച് തന്നെയാണ് ഇത് പറ്റിച്ചത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി അതിലേക്ക് ഇത്തിരി കസ്തൂരി മേത്തി ഞാൻ തിരുമ്മി ഇടുന്നുണ്ട്, സ്വല്പം വാസന കിട്ടുന്നതിന് വേണ്ടിയാണ്. എന്നിട്ടൊന്ന് ഇളക്കി വെക്കണം. ഇനി പാനിലേക്ക് ചൂടാകട്ടെ. ബട്ടർ തന്നെ ഇട്ട് കൊടുക്കാം. അത് ഒരു 80 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ 2 ബേ ലീഫാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 2 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി 2-3 പച്ചമുളകും കൂടെ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനിടാം. ഇനി കാഷ്നട്ടാണ്, അത് ഒരു 2-2.5 സ്പൂണോളം ഇടുന്നുണ്ട്. അത് ഇച്ചിരി നല്ലവണ്ണം വേണം. ഇതിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഇളക്കിയതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കണം. ഇനി ഇതിലേക്ക് ഞാൻ പറഞ്ഞിരുന്ന ടേസ്റ്റ് കൂട്ടുന്ന സാധനമാണ്, അത് കുങ്കുമപ്പൂവാണ്. അതൊരു തരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലവണ്ണം രുചി കിട്ടുന്നതിനും കളറ് കിട്ടുന്നതിനും നല്ലതാണ്. അതിനാണ് ഞാനത് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഇളക്കണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലവണ്ണം തിളപ്പിക്കണം. ഇപ്പോൾ ഇത് നല്ലവണ്ണം ആയിട്ടുണ്ട്. ഇത് ഒരു തണുത്ത് കഴിയുമ്പം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഇത് അരച്ചെടുക്കാം. പിന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ബട്ടറാണ് ഒഴിച്ചിരിക്കുന്നത്. അത് നല്ലോണം ചൂടായിട്ടുണ്ട്. ഇത് അതിലേക്ക് ഒഴിക്കാം. ബട്ടറാണ് ഞാൻ പിന്നെയും ചേർത്തിരിക്കുന്നത്. അതിലോട്ട് ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വറുത്തത് ഇട്ട് കൊടുക്കാം. ഇളക്കിയതിന് ശേഷം ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം.
അപ്പോൾ നല്ലവണ്ണം അതിൽ കിടന്ന് നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. നല്ലവണ്ണം തിളച്ച് ഒന്നുകൂടെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത്തിരി കസ്തൂരി മേത്തിയും കൂടെ 1.5 ടീസ്പൂണോളം ഉണ്ട്. അത് നല്ലവണ്ണം കയ്യിലിട്ട് തിരുമ്മി നല്ലവണ്ണം വിതറിയിടണം. ഇനി ഇതിലേക്ക് 3-4 ടീസ്പൂണോളം ഉണ്ട് ക്രീമാണ് ഒഴിക്കുന്നത്. ഇതിപ്പോൾ നല്ലവണ്ണം അതായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ബട്ടർ ചിക്കൻ നല്ലവണ്ണം ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.